ഇദ്ദേഹം എത്ര ബാലിശമായിട്ടാണ് ഒരു BJP പ്രതിനിധിക്ക് ഡിഫെൻഡ് ചെയ്യേണ്ടി വരുന്നത്? അയ്യോ, ഇന്ത്യയുടെ പാർലമെന്റിനകത്തുള്ള ഒരു ലൈബ്രറി ഹാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ എന്നാണ് ചോദ്യം. എത്ര ബാലിശമാണ്! എന്നാൽ നിങ്ങൾ കാണാത്തൊരു കാര്യം നിങ്ങളോട് പറഞ്ഞു തരാം. 1956-കളിൽ ഇന്ത്യ രാജ്യത്തെ ഏറ്റവും വലിയ ഡാമുകളിലൊന്നായ ഹിരാക്കുഡ് ഡാം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ജവഹർലാൽ നെഹ്റു വരികയാണ്. നിങ്ങൾ തമസ്കരിച്ച ജവഹർലാൽ നെഹ്റു, നിങ്ങൾ അധിക്ഷേപിച്ച ജവഹർലാൽ നെഹ്റു, നിങ്ങളിതാ ഇപ്പോൾ പാഠപുസ്തകത്തിൽ നിന്നും ഒഴിവാക്കിയ ഇന്ത്യയുടെ രാഷ്ട്രശില്പിയായ ജവഹർലാൽ നെഹ്റു കടന്നു വരിക. അപ്പോ ഹിരാക്കുഡ് ഡാം നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അവിടെ തടിച്ചുകൂടിയ 10,000-കണക്കിന് ആളുകൾക്കിടയിൽ നിന്നും നിസ്സയായി മാറി നിൽക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലെ ഒരു പാവം ആദിവാസി പെൺകുട്ടിയെ അടുത്ത് വിളിച്ച് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡാമുകളിലൊന്നായ ഹിരാക്കുഡ് ഡാമിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ച ഇന്ത്യയുടെ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ തലവനായ ജവഹർലാൽ നെഹ്റുവിന്റെ ചെരുപ്പിന്റെ വാറഴിക്കാനുള്ള യോഗ്യത ആർക്കുണ്ട് സഹോദര? നിങ്ങൾ ആരെയാ തമസ്കരിക്കാൻ ശ്രമിക്കുന്നത്? എന്നിട്ടാണ് നിങ്ങൾ പാർലമെന്റിനകത്തിലെ ലൈബ്രറി നെഹ്റു ഉദ്ഘാടനം ചെയ്തിട്ടില്ല എന്ന് പറയുന്ന നിങ്ങളുടെ ഡിഫൻസിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, എന്തിനാ നിങ്ങൾ ഇടയ്ക്കരുത് സഹോദര? നിങ്ങളൊരു അല്പം ഒന്ന് അടങ്ങ്. നിങ്ങൾ അസഹിഷ്ണുത കാണിക്കുന്ന നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്ന ആളല്ലേ. ചർച്ചയിലൊക്കെ ഒരു മര്യാദ കാണിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചർച്ച വരുമ്പോ എങ്ങനെയാണ് ആളുകൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് പറഞ്ഞത് മാത്രം അത് നിങ്ങളെ നിങ്ങൾ ജവഹർലാൽ നെഹ്റുവിനെ അധിക്ഷേപിച്ചപ്പോഴും കോൺഗ്രസ്സുകാരൻ കാണിച്ച അന്തസ്സിന്റെ ബാക്കി പത്രമാണ് ഇതെല്ലാം. പഠിച്ചു വെച്ചോ. ഇന്ത്യ രാജ്യത്തെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആളിറങ്ങിയപ്പോ RSSകാർ ഊർജം പാഴാക്കരുതെന്ന് പറഞ്ഞ ഗോൾവാൾക്കറിന്റെ അനുയായിയാണ് താങ്കൾ. ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഊർജം പാഴായി പോകുമെന്ന് പറഞ്ഞ ഗോൾവാൾക്കറിന്റെ അനുയായിയിൽ നിന്ന് ഇതിനപ്പുറം പ്രതീക്ഷിക്കുന്നില്ല. ഇന്ത്യക്ക് ഒരു ഭരണഘടന ഉണ്ടായപ്പോ നിങ്ങൾക്കറിയോ, വിചാരധാരയിലെ 430-ാമത്തെ പേജിൽ ഇന്ത്യയുടെ ദേശീയതയുമായി ഈ ഭരണഘടനയ്ക്കേ ബന്ധമില്ല. ഇന്ത്യയുടെ സാംസ്കാരിക ദേശീയത ഇതല്ല, നമ്മുടേതായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞ ആളുകളാണ് നിങ്ങൾ. ഇന്ത്യക്കൊരു കൊടി ഉണ്ടാക്കിയപ്പോൾ അത് കോൺഗ്രസിന്റെ കൊടി പോലെ ഇരിക്കുന്നു. ഈ കൊടി ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ ത്രികോണ ധ്വജമാണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. നിങ്ങളിപ്പോ ഇന്ത്യൻ പാർലമെന്റ്, നിങ്ങളിപ്പോ പാർലമെന്റ് വിസ്ത ഉണ്ടാക്കിയപ്പോൾ ത്രികോണ ആകൃതിയിൽ എന്തിനാണ് ഉണ്ടാക്കിയെന്നൊക്കെ ഞങ്ങൾക്കറിയാം. മനസ്സിലാവുന്നില്ലേ? നിങ്ങൾ സവർക്കർ തിരഞ്ഞെടുത്തതാണെന്ന് പറയാം. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ളവർ 10,000-കണക്കിന് കോൺഗ്രസ്സുകാരും കോൺഗ്രസ് അല്ലാത്തവരും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു ദിവസം പോലും വെടികൊണ്ട് മരിച്ചവരുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഒരാളുണ്ടോ? തൂക്കുമരത്തിൽ കയറിയ ഒരു RSSകാരുണ്ടോ? ഇന്ത്യ രാജ്യത്ത് ജയിലിൽ കിടന്നിട്ട് മാപ്പെടുത്തി കൊടുക്കാത്ത ഒരു RSSകാരുണ്ടോ? നിങ്ങളും നിങ്ങളുടെ പൂർവ്വകാല സൂരികളും നിങ്ങൾക്കറിയണം, ബ്രിട്ടീഷുകാരന്റെ ഇനാമ പറ്റിക്കൊണ്ട് പലതവണ തള്ളിപ്പറഞ്ഞതാണ്. അന്ന് ഞങ്ങൾ അടികൊണ്ടതും വെടികൊണ്ടതും ഈ ഭരണഘടന ഉണ്ടാക്കിയതും ഈ രാജ്യം ഉണ്ടാക്കിയതും ദരിദ്ര കോടികളുടെ 35 കോടി ജനതയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ അട്ടിമറി നടന്നപ്പോൾ പോലും ജനാധിപത്യത്തെ സംരക്ഷിച്ചു നിർത്തിയ പാർട്ടിയാണ് കോൺഗ്രസ്. ഞങ്ങൾ ഉണ്ടാക്കിയതാ ഡെമോക്രസി, ഞങ്ങൾ ഉണ്ടാക്കിയതാ ഇന്ത്യ. അറിയോ, ബ്രിട്ടീഷുകാർക്കിടെ ഇനാം പറ്റാതെ ഈ രാജ്യത്ത് ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരുമിച്ച് ജീവിക്കാനുള്ള തരത്തിൽ എന്തുകൊണ്ടാണ് വിഭജിക്കേണ്ടി വന്നത്? ജവഹർലാൽ നെഹ്റുവിനെ വിഭജിച്ച് നിങ്ങൾ കുറെ ദിവസം കൊണ്ട് ജവഹർലാൽ നെഹ്റു 17 കൊല്ലക്കാലം അദ്ദേഹം പടുത്തുയർത്തിയതാണ് ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയുടെ രാജ്യവും ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികളും ഇന്ത്യയിൽ ഇന്ന് കാണുന്ന വികസനവും എല്ലാം. മനസ്സിലായില്ലേ? ശരി ശരി ശ്രീ വി ആർ എം ഷഫീർ പ്രധാനമന്ത്രി വരുമ്പോ പറയട്ടെ, ആര്യഭട്ടയും ആറ്റം ബോംബും ഉണ്ടാക്കിയ പാർട്ടിയോട് ഞങ്ങളുടെ ദേശീയത പറയാ. നിങ്ങൾക്കറിയോ, നിങ്ങളുടെ സത്യപാൽ മാലിക് നിങ്ങൾ മറുപടി കൊടുത്തോ? നിങ്ങളുടെ വലിയ ബഹുമാനായ പ്രധാനമന്ത്രി സത്യപാൽ മാലിക് എന്ന് പറയുന്ന BJPയുടെ മുൻ വൈസ് പ്രസിഡന്റ്, നിങ്ങൾക്കറിയോ, ജമ്മു ആൻഡ് കശ്മീരിലെ ഗവർണർ പറയാണ് 140-ൽ പരം വരുന്ന ഇന്ത്യയിലെ സൈനികരെ കൊണ്ടുപോകാൻ 2 ഹെലികോപ്റ്റർ ചോദിച്ചിട്ട് കൊടുക്കാതെ കൊന്നൊടിക്കും. നമുക്ക് ആ വിഷയത്തിലേക്ക് പോകേണ്ട നടപടിയാണ്. ശരി താങ്കൾ ഈ വിഷയവുമായി